നമസ്കാരം. നമ്പർ 1 കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും മുൻപന്തിയിൽ. എന്തൊക്കെയാണ് ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയറായ കുറെ നരാധമന്മാർ, അതായത് സാഡിസ്റ്റുകൾ, അത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യമൃഗങ്ങൾ കാട്ടിയ ക്രൂരത ഇന്ന് രക്ഷകർത്താക്കളുടെ മനസ്സിൽ അഗ്നിപർവ്വതം പോലെ പുകയുകയാണ്. ഭരണകൂടമേ, രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കാതെ സാധാരണ മനുഷ്യന്റെ കണ്ണീരോട് കണ്ട് പ്രവർത്തിക്കണം. നമുക്കറിയാം സിദ്ധാർത്ഥിന് വലിയ വിവാദമായിരുന്നു സിദ്ധാർത്ഥിന്റെ കഥ. ഇപ്പോൾ അതിലെ പ്രതികൾ അടിച്ചു പൊളിച്ച് വിലസി നടക്കുന്നു. കുറെ നാൾ റിമാൻഡിൽ കഴിഞ്ഞു എന്നല്ലാതെ അവരെ എന്ത് ചെയ്തു? പോയതാർക്കാം? അവരുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം. ന്യൂസ് 18 വന്ന ഒരു വാർത്തയാണ്. ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു. വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും കേൾക്കാൻ കഴിയും. റാഗിങ്ങിന് കൂടുതൽ വിദ്യാർത്ഥികൾ ഇരകളായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും തുക സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇവന്മാർ ഈ ക്രൂരത ചെയ്യുന്നത്. ഇവിടെ നീഷ്ടവർഗമേ, ഈ കുട്ടികളുടെ അച്ഛനമ്മമാർ എന്തുമാത്രം ആഗ്രഹിച്ചും കൊതിച്ചും സന്തോഷിച്ചുമാണ് അവരെ കോളേജിലേക്ക് അയക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രവൃത്തിയൊന്നുമല്ല, വർഷങ്ങളായി തുടരുന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇവരുടെ രാഷ്ട്രീയ ബലം കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ ഇവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഈ കുട്ടിക്ക് മാനഭയം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ കഥ മാറി മറ്റൊരു കഥ മനഞ്ഞ് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. ഇനി നമുക്കൊരു മറ്റൊരു വാർത്ത നോക്കാം. അന്ന് പക്ഷേ ഈ കോളേജ് അധികൃതരാകട്ടെ ഹോസ്റ്റൽ അധികൃതരാകട്ടെ ഒക്കെ പറയുന്നത് അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇത്രയും നാളുകളായി അവിടെ റാഗിംഗ് നടക്കുന്നത് അങ്ങനെ അവർ അറിയാതെ ഇരിക്കുമോ? അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചതായിരിക്കില്ലേ? അങ്ങനെയുള്ള സംശയങ്ങൾ. നിയമം കൊണ്ട് റാഗിംഗ് നിരോധിച്ചതാണെന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. നമ്മൾ ഓർക്കണം, ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നഴ്സിംഗ് വിഭാഗത്തിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ പ്രവൃത്തികൾക്കെതിരെ ഭരണകൂടവും കേരളത്തിലെ പൊതുസമൂഹവും ജനങ്ങളും ബഹുമാനപ്പെട്ട നീതിപീഠവും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ കേരളത്തിലെ കോളേജുകളിൽ ഇത്തരം പേപിടിച്ചവന്മാരുടെ പേക്കൂത്തുകൾക്ക് അറുതി വരുത്താൻ കഴിയും. പക്ഷെ ഒന്നും നടക്കില്ല.